ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ആളാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, NLP ട്രെയിനർ, ലൈഫ് ഹീലിംഗ് കോച്ച്, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ് എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഒറ്റപ്പെടലിനെ ഒരു രാജ്യാന്തര ആരോഗ്യ പ്രശ്നമായി നിശ്ചയിച്ചത് ഈ വളരെ അടുത്തിടെയായിട്ടാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നാണ് കണ്ടെത്താൻ സാധിക്കുന്നതും. മനുഷ്യൻ എന്നത് സാമൂഹിക ജീവിയാണ്. സാമൂഹികമായിട്ട് ലഭിക്കേണ്ട അംഗീകാരങ്ങളും പ്രശംസകളും പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ചെയ്യേണ്ടി വരുന്നതൊക്കെ സമൂഹത്തോടുള്ള മനുഷ്യരുടെ താല്പര്യത്തെ അടയാളപ്പെടുത്തുന്ന വസ്തുതകളാണ്. പ്രശംസകളിൽ സന്തോഷിക്കുന്ന നാം കുറ്റപ്പെടുത്തലുകളിൽ തളർന്നു പോകുന്നതും കാണുന്നുണ്ട്. ലോൺലിനെസ് അകറ്റാനായി പുസ്തകങ്ങളിലൂടെ സമാഹരിക്കുന്ന ജ്ഞാനം അയാളിൽ പുതിയൊരു ചൈതന്യം നിറയ്ക്കുന്നുണ്ട്. അയാൾ പുതിയൊരു മനുഷ്യനായി രൂപപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഏകാന്തത ഒരു പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ധാരാളം മാർഗങ്ങളുണ്ട്. സാമൂഹിക സേവന സംഘടനകൾ, അതുപോലെ തന്നെ കളിക്കളങ്ങൾ, ക്ലബ്ബുകൾ മുതൽ ആത്മീയ രാഷ്ട്രീയ കൂട്ടായ്മകൾ വരെ അതിന് പരിഹാരമാണ്. മക്കളില്ലായ്മ, സുഹൃത്തിന്റെ വിട്ടുപോകൽ, വിവാഹം തകരുക, അനുസരണാക്രമങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അസഹിഷ്ണുതയാണ് അതിന്റെ പ്രധാന കാരണം. ഒറ്റപ്പെടലിന്റെ അനുഭവം പല വിധത്തിൽ വേറിട്ടിരിക്കും. ചിലർക്ക് അത് ദുഃഖകരമായ അനുഭവം ആകാം, എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ഒരു ഒറ്റ നിമിഷം വിശ്രമമായ അനുഭവവുമാണ്. ഏകാന്തമായി സമയം ചെലവഴിക്കുക എന്നതിന് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് നമുക്ക് നമ്മുടെ ആരാണ് നമ്മൾ എന്ന് കണ്ടെത്താനും സ്വയം മനസ്സിലാക്കാനും നമുക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ഹെൽത്ത് വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. സ്വയം നിങ്ങളുമായി ഒരു ബന്ധം വളർത്താൻ തുടങ്ങുക. അതാണ് സെൽഫ് ലവ് എന്നുള്ള കാര്യം. തനിച്ചായിരിക്കുക എന്നത് സ്വയം നിങ്ങളുമായി ഒരു ബന്ധം വികസിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുക. ഇത് എല്ലായ്പ്പോഴും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇത് പ്രാക്ടീസിലൂടെ വളരെ ഈസി ആയിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. പല കാരണങ്ങളാൽ ആളുകൾക്ക് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് വെല്ലുവിളിയായിട്ട് തോന്നാറുണ്ട്. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങളുടെ മുൻഗണനകൾ എന്തെല്ലാമാണ്, നിലവിലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങൾ എന്തെല്ലാം, അതെല്ലാം നിങ്ങൾ പ്രതിഫലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ഒരു ബന്ധം വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഒപ്പം തന്നെ 2020 UK നടത്തിയ ഒരു സുപ്രധാന പഠനത്തിൽ 1996 മുതൽ 2014 വരെ 2 വർഷത്തിലൊരിക്കൽ വ്യക്തികൾ അവരുടെ പൊതുവായ മാനസികാരോഗ്യവും സന്നദ്ധ പ്രവർത്തന സ്വഭാവവും വിശകലനം ചെയ്യപ്പെടാറുണ്ട്. ഒരിക്കലെങ്കിലും സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് മെച്ചപ്പെട്ട മാനസികാരോഗ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങി മാത്രമല്ല സന്നദ്ധ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുക, വീട്ടിലിരുന്ന് പോലും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ഫുഡ് ആപ്പ് വഴി ഫുഡ് ബാങ്കിലേക്ക് ആഹാരം എത്തിക്കാം, ഓൺലൈൻ സംഭാവനകൾ ട്രാൻസ്ഫർ ചെയ്യാം, ഓൺലൈനിൽ സൗജന്യമായ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ വാഗ്ദാനം ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഏകാന്തതയിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പുതിയതായി കാര്യങ്ങൾ പഠിക്കുന്നതിനോ സ്വന്തമായി എന്തെങ്കിലും ഒന്നിൽ ഒരു വൈദഗ്ധ്യം വളർത്തുന്നതിനോ സമയം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എക്സിക്യൂട്ടീവ് പ്രവർത്തന വൈദഗ്ധ്യം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വളരെ നല്ലതാണ്. എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ വായിക്കുകയോ എന്തെങ്കിലും ചുമ്മാ ഉണ്ടാക്കുകയോ സ്വന്തമായി എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു പരിഗണന നൽകാൻ ശ്രമിക്കുക. ഒരു വീഡിയോ കോഴ്സിൽ പങ്കെടുക്കുകയോ എൻറോൾ ചെയ്യാനോ പറ്റിയ സമയമാണ് നിങ്ങളുടെ ഈ ലോൺലിനെസ് അനുഭവിക്കുന്ന സമയം. ഇനി അടുത്തത് വ്യായാമം ചെയ്യുക.
നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മളുടെ മാനസിക സന്തോഷത്തിന് വലിയ സംഭാവനയാണ്. ഡെയിലി എക്സസൈസ് ശീലമാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ലാതാക്കാൻ സഹായിക്കും. അടുത്തത് പ്രകൃതിയുമായി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പ്രകൃതിയുമായി ഇടപെടുന്ന ആളുകൾക്ക് പുറത്തു പോകാത്തവരെ അപേക്ഷിച്ച് സന്തോഷവും ആരോഗ്യവും അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആഴ്ചയിൽ 200 മുതൽ 300 മിനിറ്റ് വരെ ഔട്ട്ഡോറിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിൽ കൂടുതൽ ഗുണകരമാണ്. നിങ്ങൾക്ക് പുറത്ത് ചുമ്മാതെ നടക്കാൻ ഇറങ്ങാം, പാർക്കിൽ ഇരുന്ന് എന്തെങ്കിലും വായിക്കാം, നടക്കാം, അല്ലെങ്കിൽ പുറത്ത് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങാം. ഇതെല്ലാം നിങ്ങളുടെ ലോൺലിനെസ് എന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം. നിങ്ങൾക്ക് കുറവുള്ള സ്വഭാവ കാര്യങ്ങളിൽ മുഴുകുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് അവരുടെ ഒറ്റപ്പെട്ട സമയങ്ങളിൽ കൃതജ്ഞതകളെ കുറിച്ച് ബോധവാന്മാരാകാം. ശാരീരികമായും വൈകാരികമായും ആത്മീയമായും നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം മാനസികമായി സന്തോഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാവുന്നതാണ്. മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള മികച്ചൊരു അവസരമായി തോന്നുമെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് ആളുകളെ കൂടുതൽ ഒറ്റപ്പെടുത്തുവാനും കഴിയുന്നുണ്ട്. 18 മുതൽ 30 വയസ്സിനിടയിൽ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥികളിൽ നടത്തുന്ന ഒരു പഠനത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗവും ഏകാന്തതയുടെ വികാരങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ ഇവർക്ക് ഒറ്റപ്പെടൽ വികാരങ്ങളിൽ വർധനവ് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയത്. അതിനാൽ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു ഇടവേള എടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അടുത്തത് സെൽഫ് ഡേറ്റിംഗ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൃത്യമായി ചെയ്യാനുള്ള അപൂർവമായ അവസരം ലഭിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം ചോദിക്കാം. ഒരു സിനിമ കാണാനോ ഉന്മേഷദായകമായ മ്യൂസിയം പ്രദർശനത്തിനോ ഒറ്റയ്ക്കായി പോകൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ താമസിക്കാനാണ് താല്പര്യം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അത്താഴം വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒറ്റയ്ക്കിരുന്ന് തന്നെ സന്തോഷപൂർവ്വം ആസ്വദിച്ചുകൊണ്ട് കഴിക്കാം. ഇനി അടുത്തത് ധ്യാനം. 2010 ഒരു അവലോകനത്തിൽ ധ്യാനം തലച്ചോറിന്റെ വൈകാരിക നിയന്ത്രണവും കാഴ്ചപ്പാടുകളും ഒക്കെ ചെയ്യുന്ന ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ ഗുണകരമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധ്യാനം നമ്മുടെ മനസാന്നിധ്യം വർദ്ധിപ്പിക്കും. വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് ധ്യാനം. ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ഒരു പരിശീലകന്റെ സഹായത്തോടെയോ നിങ്ങൾക്ക് ധ്യാനം പരിശീലിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് വളർത്തുമൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പ്രതികരിക്കാൻ സാധിക്കും. അതിനാൽ ഒരു വളർത്തുമൃഗത്തെ വളർത്തുകയോ ദത്തെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടാളിയെ കിട്ടുകയാണ്. വീട്ടിൽ ഒരു മൃഗവുമായുള്ള നിങ്ങളുടെ ബന്ധം സന്തോഷത്തിലേക്കും ഉന്മേഷകരമായ നിമിഷങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൽ നിന്നും മാറി സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് മൈ ഡിയേഴ്സ്.